ഹസ്ബൻഡിന്റെ ആവശ്യമാണെങ്കിൽ കൊണ്ടാൽ മതി, ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം. തൻകാലയിൽ നിൽക്കുക പെണ്ണുങ്ങൾ, അതാ എനിക്ക് പറയാനുള്ളൂ. കാരണമില്ലാണ്ടാണ് തല്ലു. നമ്മൾ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരുന്ന പ്രശ്നമില്ലല്ലോ. സ്വീകരിക്കേണ്ടതാ. തെറ്റ് ചെയ്താലില്ലെങ്കിലും അടിച്ചത് തിരിച്ചു കൊടുക്കും. കാര്യമുള്ള കാര്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലാണെങ്കിൽ ഇല്ല, തിരിച്ചു കൊടുക്കും. ഭർത്താവ് തല്ലുന്നത് ന്യായീകരിക്കുന്ന 50% സ്ത്രീകൾ ഇന്ത്യയിലുണ്ടെന്നാണ് ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഈ കൊച്ചിയിലുള്ള ചേച്ചിമാർ, കൊച്ചിയിൽ പോട്ടെ, കേരളത്തിലുള്ള ചേച്ചിമാർ ഇതേ അഭിപ്രായമാണോ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരുന്ന പ്രശ്നമില്ലല്ലോ. ആവശ്യമൊന്നുമില്ല. പരസ്പര അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തല്ലിൻ്റെയും വഴക്കിൻ്റെയും കാര്യമൊന്നുമില്ല. അഭിപ്രായങ്ങൾ എന്താണ്, നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് സംസാരിക്കുക. അടിയുടെ രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, സ്വീകരിക്കേണ്ട. ഇല്ല. സ്വീകരിക്കേണ്ടതാ. സ്വീകരിക്കേണ്ടതാണോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഭർത്താവിനെ തിരിച്ചു ചെല്ലാൻ പറ്റില്ലല്ലോ. ചേച്ചിക്ക് രണ്ടടി കിട്ടിയാൽ ചേച്ചി സ്വീകരിക്കുമോ? പിന്നെ പരസ്പര ധാരണയോടെ പോകുകയാണ്, വേറെ ഒന്നുമില്ല. രണ്ടടി കിട്ടി കഴിഞ്ഞാൽ ഇല്ല, 2 അടി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയാണ് കഴിവതും മാക്സിമം നോക്കേണ്ടത്. അത്രേ ഉള്ളൂ. കാര്യമുള്ള കാര്യമാണെങ്കിൽ അതിന് കുഴപ്പമില്ല. ഒരു 52% സ്ത്രീകളും അടിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ. ചേച്ചിയുടെ അഭിപ്രായം? നമ്മളെപ്പോഴും, എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ എപ്പോഴും ഒരു സ്റ്റെപ്പ് താഴെ ഇരിക്കണം എന്നുള്ളതാണ്. സ്ത്രീകൾ ഭർത്താക്കന്മാരെക്കാളും ഒരു സ്റ്റെപ്പ് അവരെ കുടുംബം നയിക്കേണ്ടത് ആണുങ്ങളാണ്. പിന്നെ അതനുസരിച്ച് നമ്മൾ പോകണം എന്നുള്ളതാണ് എൻ്റെ. ഒരടി കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കാം, കുഴപ്പമില്ല. കാര്യമുള്ള കാര്യത്തിനായിരിക്കുമല്ലോ, അല്ലാണ്ട് അങ്ങനെ അടി കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കാമോ? ഇല്ല എന്നാണ്, വേണ്ടെന്നാണ് തരുന്നത്. അതെന്താ? നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡ് വേണമല്ലോ, അതായത് നമുക്ക് സ്വന്തമായിട്ട് നിലപാട് വേണം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി അടി കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കില്ല, എന്തായാലും സ്വീകരിക്കില്ല. തിരിച്ചു കൊടുക്കുമോ? വീട്ടുകാരോട് പറയും, ഭർത്താവോട്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ ഒരു അടി തന്നാൽ അത് സ്വീകരിക്കണം സ്ത്രീകൾ എന്നാണ് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അഭിപ്രായം എന്താ? ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കണം? അവരെങ്ങനെയുള്ളതെന്ന് അപ്പോഴൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കുറച്ചുകൊണ്ട് തമാശനാണ് അടിച്ച്, അത് കാര്യത്തിനാണോ അടിച്ചതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ 2 ദിവസം വെയിറ്റ് ചെയ്യാം. 2 ദിവസം വെയിറ്റ് ചെയ്യാം. നമ്മൾ അതിനെ വെയിറ്റ് ചെയ്യുക. നമ്മൾ അതിന് തമാശയ്ക്കാണോ കാര്യത്തിനാണോ എന്ന് നമ്മളറിയാൻ കാത്തിരിക്കുക. വീണ്ടും അതുപോലെ തുടങ്ങുകയാണെങ്കിൽ അപ്പം തന്നെ കട്ട് ചെയ്ത് പോലെ അവരവരുടെ തൊഴിലെടുത്ത് ജീവിക്കാം. തൻകാലയിൽ നിൽക്കുക പെണ്ണുങ്ങൾ, അതാ എനിക്ക് പറയാനുള്ളൂ. ആവശ്യമില്ലാത്താണെങ്കിൽ നല്ല മറുപടി പറയും. തിരിച്ചു കൊടുക്കൂല, പക്ഷെ നല്ല മറുപടി തന്നെ കൊടുക്കും തക്ക സമയത്ത്. അല്ല, ക്ഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇല്ല, നമ്മൾ തെറ്റ് ചെയ്താലില്ലെങ്കിലും അടിച്ചത് തിരിച്ചു കൊടുക്കും. കൊടുക്കും, തിരിച്ചു കൊടുക്കും. ഇല്ല, വെറുതെ കാര്യമില്ലാണ്ട് അടിക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യമുള്ള കാര്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലാണെങ്കിൽ ഇല്ല, തിരിച്ചു കൊടുക്കും. അങ്ങനെയില്ല. സ്വീകരിക്കില്ല, എന്താന്ന് പറഞ്ഞു കൊടുക്കും. എന്തിന്? ഇല്ല. കാരണമില്ലാണ്ടാണ് തല്ലു. അപ്പൊ നമുക്കിപ്പോ കാരണങ്ങളുണ്ട്, അടിച്ചതിന് കാരണം ഉണ്ടെന്ന് പറഞ്ഞാൽ അടി കൊള്ളും? അങ്ങനെ അടിക്കാൻ പാടില്ല. അടി കൊള്ളേണ്ട ആവശ്യമില്ല. ഭർത്താക്കന്മാര് ഭാര്യമാരെ തല്ലിക്കഴിഞ്ഞു തിരിച്ചു തല്ലോ? ഇയാൾക്ക് കിട്ടണതില്ലേ? ഇയാൾക്കാണ് അങ്ങനെ അടി കിട്ടണമെന്നുണ്ടെങ്കിൽ തിരിച്ചു തല്ലുമോ? തിരിച്ചു തല്ലൊന്നുമില്ല, പക്ഷെ മിക്കവാറും സഹായം ചോദിക്കാം. ഭർത്താക്കന്മാരെ തല്ല് കിട്ടി കഴിഞ്ഞാൽ സ്വീകരിക്കണം സ്ത്രീകൾ എന്നുള്ള അഭിപ്രായമാണോ? ഇല്ല, അഭിപ്രായം ഇല്ല. തിരിച്ചടിക്കണം. അത് എന്ത് കാരണത്തിലാണ് തിരിച്ചടിക്കണം? എന്ത് കാരണത്തില്ല, നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ തല്ലോണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഹസ്ബൻഡിന് തല്ലാൻ ചോദിക്കാൻ അവകാശമുണ്ട്. ഇവൻ നമ്മളൊരു തെറ്റും ചെയ്യാണ്ട് നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ലല്ലോ. നമുക്ക് നമ്മുടേതായ വ്യക്തിത്വമുണ്ട്, അതിന് നഷ്ടം വരുത്തുന്ന രീതിയിൽ ഭർത്താവാണല്ല ആര് പെരുമാറിയാലും തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇല്ല. പിന്നെ എന്താ അവർ പ്രതികരിക്കേണ്ടത്? എങ്ങനെയാ? എന്താണോ പറയാനുള്ളത് കാര്യങ്ങൾ സൗമ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ല തിരിച്ചതല്ല. വേണമെങ്കിൽ തല്ല.
എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മേ ബി കൊണ്ടോട്ട് നിൽക്കും, ഇല്ലെങ്കിൽ തിരിച്ചു തല്ലും. തല്ലാനും നിൽക്കൊന്നുമില്ല, തല്ലാനും കൊടുക്കത്തൊന്നുമില്ല. ഇല്ല ഇല്ല. തല്ല് കിട്ടിയാലോ? തല്ല് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തിരിച്ചല്ലണമല്ലോ. ആ ഉറപ്പായിട്ട് ഇല്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലണ്ട. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലണ്ട, തിരിച്ചു കൊടുക്കും വേണ്ട, പറഞ്ഞു തീർത്താ പോരെ. തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണം. വേറെ ചോദ്യങ്ങളൊന്നുമില്ല. അങ്ങനെ അടി വാങ്ങേണ്ട ആൾക്കാരല്ല. അങ്ങനെയില്ല, വെറുതെ തല്ലുകൊള്ള ആവശ്യമൊന്നും പെണ്ണുങ്ങൾക്കില്ല. ആണങ്ങ് പോയി. ചേട്ടൻ തല്ലുവോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചാൽ തല്ലുവോ? ആവശ്യം വന്നാ കിട്ടണമെങ്കിൽ പേടിക്കും. ഒരു തല്ല് തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ടതാണ് സ്ത്രീകൾ എന്നുള്ള അഭിപ്രായം ഉള്ളതാണോ അമ്മയ്ക്ക്? ഇല്ല ഇല്ല ഇല്ല, യോജിപ്പില്ലാത്ത ഒരു അഭിപ്രായം അത്. തല്ലൊന്നും കൊള്ളേണ്ട ആവശ്യമില്ല. തിരിച്ചു തല്ലല്ലേ? തിരിച്ച് തല്ലണ്ട, തല്ലാതിരിക്കാൻ നമ്മൾ നോക്കുക. തല്ലേണ്ട കാര്യം ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ കാലം കുറേയൊക്കെ പുരോഗമിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ തല്ലും പിടുത്തമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോവുക. തല്ലാൻ പാടില്ല ശരിക്കും. ആരും തല്ലരുത്, സന്തോഷമായിട്ട് ജീവിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം.